പ്രസിഡന്റ് പി ദിവ്യയ്ക്ക് ഈ കഴിഞ്ഞ മാസം നവംബർ 8-നാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 10 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം. അതിൽ കർശനമായ വ്യവസ്ഥകൾ അന്ന് ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, കണ്ണൂർ ജില്ല വിട്ടുപോകരുത്, മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഇളവ് ആവശ്യപ്പെട്ട് ഇപ്പോൾ പി ദിവ്യ സമർപ്പിച്ച അപേക്ഷയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ജാമ്യ വ്യവസ്ഥകളിൽ അവർക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് പി ദിവ്യയ്ക്ക് തടസ്സമില്ല. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ മാത്രം അവർക്ക് മുന്നിൽ ഹാജരാകാൻ മതിയാകും എന്നാണ് കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇപ്പോഴും പി ദിവ്യ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ അംഗമാണ് അവർക്ക് സാങ്കേതികമായി ഈ ജില്ലാ പഞ്ചായത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പി ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിനൊരു പ്രത്യേക അനുമതി അവർ തേടി ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് അതും ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുകയാണ്. പി ദിവ്യയുടെ അപേക്ഷയിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ 3 കാര്യങ്ങളിൽ അവർക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. ശ്രാവൺ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പല സംശയങ്ങൾ കുടുംബം പ്രകടിപ്പിക്കുക, അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ഒരു ഘട്ടമൊക്കെ നമുക്കറിയാം. നമ്മളത് അതിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞാണ്. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇടയ്ക്ക് വാർത്ത വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിയായ പി ദിവ്യയ്ക്ക് ഇത്തരത്തിൽ ഒരു ഇളവ് കൂടി വരുന്നത്. നമ്മൾ കുടുംബത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു, എന്തെങ്കിലും പറഞ്ഞു അവർ? ഇപ്പോൾ പുറത്തു വന്ന വിവരമാണ് രജനി. ഇത് അല്പം മുമ്പാണ് കോടതിയിൽ നിന്ന് ഈ വിവരം വന്നത്. പി ദിവ്യയ്ക്ക് ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. കുടുംബത്തിന്റെ സംശയങ്ങൾ അവിടെയുണ്ട്. അവർ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയുണ്ട്. മാത്രമല്ല ഈ തെളിവുകൾ ഇതിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂരിലെ ഈ കേസ് നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ നൽകിയ അപേക്ഷയിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇന്നും ആ കേസ് പരിഗണിക്കാൻ വേണ്ടി, അതായത് ഈ ഏകപ്രതിയായ പി ദിവ്യയുടെയും പ്രധാന സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെയും ഒപ്പം ഈ പമ്പ് അപേക്ഷകനായ പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങളെല്ലാം തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടു, അതിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ അവരൊരു അപേക്ഷ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഇന്ന് കോടതി പരിഗണിക്കാനിരുന്നതാണ്. എന്നാൽ ഇന്ന് മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ട് അതും പരിഗണിച്ചില്ല. അതിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുടുംബത്തിന്റെ സംശയങ്ങൾ അവിടെ നിൽക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് പി ദിവ്യയുടെ അപേക്ഷയിൽ കോടതി അവർക്ക് ഈ ജാമ്യ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്.